Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് ലോ ബഡ്ജറ്റിൽ നമ്മൾ വീട് വെക്കുമ്പോൾ അതിന്റെ കട്ടിലും ജനലും കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ നമ്മൾ കോൺക്രീറ്റ് അതായത് മരത്തിനും പകരമായിട്ട് കോൺക്രീറ്റ് യൂസ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പോൾ നല്ല രീതിയിലുള്ള എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് വേറെ പ്രത്യേക ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് മരത്തിന്റെ വേണമെങ്കിൽ മരത്തിന്റെ കൊടുക്കാം. അതെല്ലാം നമ്മൾ കുറച്ചുകൂടി ലോ എക്സ്പെൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊടുക്കാം. അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വരുന്ന രീതിയിൽ ജനലുകളും ഡോറുകളും കൊടുക്കാം. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇത് ഫുള്ള് നമ്മൾ കോൺക്രീറ്റിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതായത് തേക്ക് വേണമെങ്കിൽ തേക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഗ്ലാസ് കാര്യങ്ങൾ ഇട്ടതിന് ശേഷം കറക്റ്റ് ചെയ്തിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തൂങ്ങി വരാനുള്ള ചാൻസസ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തൂങ്ങി വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഉറപ്പിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം, അതായത് അഴയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ലൈഫ് ലോങ് കിട്ടുന്ന രീതിയിൽ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വരുന്ന രീതിയിൽ നമുക്ക് ജനലിൻ്റെ ഫ്രെയിമുകൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മരത്തിൻ്റെ ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഉള്ള ഒരു എമൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ജനലിൻ്റെ ഫ്രെയിം മരത്തിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇനിയിപ്പോൾ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മാത്രമല്ല പെയിൻറ്റിങ്ങിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് മരത്തിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ ഇനി അതൊക്കെ അടച്ച് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയവും അതുപോലെ തന്നെ പണിക്കാശ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഒരുപാടും. പക്ഷേ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ഫ്രെയിമായിട്ട് വരുന്നുണ്ട്. നേരെ നമുക്ക് കറക്റ്റ് അളവ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ കൊണ്ട് പിടിപ്പിച്ചാൽ മാത്രം മതി. പെയിൻറ്റിങ് വേണ്ട, അങ്ങനെ ഒരു സംഭവം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ അത്രയും പൈസ നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാർക്ക് കട്ടില എന്ന് പറയുന്ന സമയത്ത് ഹൈലി സ്ട്രോങ് തന്നെയാണ്. യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ലൈഫ് ലോങ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് അതിൻ്റെ പുട്ടി വർക്ക് ചെറുതായിട്ട് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പെയിൻറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ലോ ബഡ്ജറ്റിൽ നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഡോറുകളും ജനലുകളും നമുക്ക് ഫാബ്രിക്കേഷൻ വെച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പെയിൻറ്റിങ് എങ്ങനെ ലാഭിക്കാം എന്നത് ലോ ബഡ്ജറ്റിലേക്ക് വരുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമുക്കതിൻ്റെ മെയിനായിട്ട് വരുന്നതിന് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. പെയിൻറ്റിങ് അതിൻ്റെ ലേബർ ചാർജ് പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ചാർജ് ഇതെല്ലാമാണ് ഹൈലി എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത്ര വർഷങ്ങൾ കഴിയുന്ന സമയത്ത് വീണ്ടും പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫാബ്രിക്കേഷൻ ആകുമ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആകുമ്പോൾ ഓൾറെഡി ഫിക്സഡ് പൗഡർ കോട്ടഡ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും പൊളിഞ്ഞു പോകുന്നുള്ള പ്രശ്നം വേണ്ട. വർഷങ്ങളോളം ഇതേ സെയിം അവസ്ഥയിൽ തന്നെ എന്നും നിലനിൽക്കും. പിന്നെ ഒരുപാട് വെയിറ്റ് കാര്യങ്ങൾ വരാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കാര്യങ്ങളുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. അതുമാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനലുകൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ മരം ചേർത്തിരിക്കുന്ന പോലെ തന്നെ മാക്സിമം ചേർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയ ലോ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെയും അതുപോലെ തന്നെ വാർക്കയുടെ കട്ടില ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine,